They have sold only 3 cars. Or കേരളത്തിലെ ആദ്യത്തെ കാറാണത്. ഓക്കെ. ഫസ്റ്റ് കാർ ഇൻ കേരള. കേരളത്തിലെ ഫസ്റ്റ് ഗ്രാൻഡ് ചെറോക്കിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ എപ്പിസോഡ്. ഞാൻ കുറച്ച് ചെറുതായ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പക്ഷേ അല്ല, വണ്ടി കുറച്ച് വലുതായതുകൊണ്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നതാണ്. നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഫുൾ സൈസ് SUV ആണ്. അത് ഏകദേശം 5 മീറ്ററോളം ലെങ്ത് വരുന്ന ഒരു ഫുൾ സൈസ് SUV കൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. വേൾഡ് പോപ്പുലർ അമേരിക്കൻ SUV മാനുഫാക്ചറേഴ്സായ ജീപ്പ് എന്ന ബ്രാൻഡിൻ്റെ ജീപ്പ് ഗ്രാൻഡ് ചെറോക്കി. ഇത്രയും വലിയൊരു വണ്ടിക്ക് 5 സീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഒരു 7 സീറ്റർ ആക്കാനുള്ള സൈസ് വിട്ടുണ്ട്. എൻ്റെ മുന്നിൽ ഒരു അമ്മാമ്മ നമ്മുടെ വണ്ടി കണ്ടോണ്ട് ഓടുന്നു. മീൻസ് പയ്യെ പോയാൽ മതി. കാരണം ഇതിൻ്റെ ഒരു വരവ് കാണുമ്പോഴേ ഒരു ഭീകരത്വം തോന്നിക്കുമല്ലോ. അതേപോലെ ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് ആണ് നമുക്ക് ഇടയ്ക്കൊരു ചെറിയ. ഇനി നമുക്ക് നെഗറ്റീവ്സ് ആണ് അറിയേണ്ടത്. 1 കോടി രൂപയുടെ വണ്ടിയുടെ നെഗറ്റീവ്സ് ഒക്കെ ചോദിക്കാൻ പോകുന്നു എന്ന് എല്ലാവരും ചോദിക്കുമായിരിക്കാം. 325 100 നമുക്ക് കവർ ചെയ്യാൻ കിട്ടും. 5 സെക്കൻഡ്സിലൊക്കെ 100. ഓ, ഇത്രയും വലിയൊരു സാധനമാണ് നമ്മൾ കൊണ്ടു നടക്കുന്നതെന്നൊന്നും ചിന്ത തോന്നുന്നില്ല. നമ്മൾ ആദ്യം തന്നെ സൈസിൻ്റെ കാര്യം എടുത്തു പറയാനായിട്ടുള്ള കാരണം ഈ വണ്ടി കാണുമ്പോഴേ ആ ഒരു ജയൻറ്റ് സൈസ് ഭയങ്കര രീതിയിൽ അട്രാക്ട് ചെയ്യുന്നുണ്ട് നമ്മളെ. കാരണം വണ്ടിയുടെ ഒരു വലുപ്പം കാണുമ്പോൾ തന്നെ നമ്മൾ അത് ഭയങ്കര രീതിയിൽ അട്രാക്റ്റഡ് ആവുന്നുണ്ട്. മെയിൻ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത്, ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 7 സീറ്റർ SUV ആണെന്നല്ല തോന്നുള്ളൂ. പക്ഷേ അല്ല, ഇതൊരു 5 സീറ്റർ SUV ആണ്. 5 സീറ്റർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു വലുപ്പത്തിൽ 5 സീറ്റർ എന്ന് പറയുമ്പോൾ എന്തുമാത്രം സ്പേസ് ഉണ്ടാകുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ജീപ്പ് എന്ന ബ്രാൻഡ് നമ്മുടെ ഇന്ത്യയിൽ വന്നതിന് ശേഷം ജീപ്പ് കോമ്പസ് പുറത്തിറക്കി നല്ല വിജയമായിട്ടുണ്ട്. കുറേ ജീപ്പ് കോമ്പസുകൾ നമ്മുടെ റോഡുകളിൽ കാണാനായിട്ട് സാധിക്കും. അതിനൊക്കെ ശേഷം ഏറ്റവും അവസാനമായിട്ട് അവർ കൊണ്ടുവന്ന, അതായത് കുറച്ച് വർഷമായിട്ടുള്ളൂ നമ്മുടെ ഗ്രാൻഡ് ചെറോക്കിയെ ഇന്ത്യയിൽ അവതരിപ്പിച്ചിട്ട്. ഇതൊരു ഗ്രാൻഡ് ചെറോക്കി 23 മോഡലാണ്. ഇത് മൊത്തത്തിൽ പാർട്സ് ഇന്ത്യയിൽ അസംബിൾ ചെയ്തിട്ടാണ് നമ്മുടെ ഗ്രാൻഡ് ചെറോക്കീസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഇതിന് ആദ്യം വശം പറയാനുള്ള ഒരു കാര്യം, ഇതിനൊരു 2 ലിറ്റർ എഞ്ചിനാണ് ഇതിന് വന്നിരിക്കുന്നത്. അതൊരു പെട്രോൾ എഞ്ചിൻ അവതരിപ്പിച്ചിട്ടാണ് നമ്മുടെ ഗ്രാൻഡ് ചെറോക്കി ഇന്ത്യക്കായിട്ട് തന്നിട്ടുള്ളത്. ഇത്രയും വലിയൊരു വണ്ടിക്ക് 2 ലിറ്റർ എഞ്ചിൻ മതിയോ എന്ന് നിങ്ങൾക്ക് ചിന്ത വന്നേക്കാം. പക്ഷേ ഒരു 2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് വന്നിരിക്കുന്നത് കൂടെ ചിന്തിച്ച് നോക്കുക. അതിനനുസരിച്ചുള്ള ട്യൂണിങ്ങും അതിനനുസരിച്ചുള്ള മാപ്പിങ്ങും ഒക്കെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് പവർ ഒട്ടും മോശമല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യാനുണ്ട്. നമ്മുടെ റോഡുകളിൽ അത്യാവശ്യം പുഷ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പവർ ഉണ്ടെന്നാണ് ഇത് യൂസ് ചെയ്യുന്നവരുടെ അഭിപ്രായം. ഏതായാലും വളരെ ചുരുക്കം വണ്ടികൾ മാത്രമാണ്, വളരെ ചുരുക്കം ഗ്രാൻഡ് ചെറോക്കീസ് മാത്രമാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ കാണാറുള്ളത്. ഇത് അതിൽ ആദ്യത്തെ വണ്ടിയാണ്. അതായത് ഫസ്റ്റ് ഗ്രാൻഡ് ചെറോക്കി ഇൻ കേരളയാണ് നമ്മുടെ കൂടെ ഈ കിടക്കുന്നത്. ഇപ്പോൾ ഒരു 5-6 ഗ്രാൻഡ് ചെറോക്കീസോളം നമ്മുടെ കേരളത്തിൽ കാണാനായിട്ട് പറ്റും. അതിൽ ആദ്യത്തെ വണ്ടിയുമായിട്ട് നമ്മൾ യൂസർ എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നിരിക്കുന്നു. ചോദിക്കാനുള്ളൊരു മെയിൻ ക്വസ്റ്റ്യൻ, എന്നെപ്പോലെ നിങ്ങളിൽ പലർക്കും സംശയമുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഏകദേശം 1 CR അടുപ്പിച്ച് പ്രൈസുള്ള ഈ ഒരു വണ്ടി, ജീപ്പ് എന്നൊരു ബ്രാൻഡിൻ്റെ വണ്ടി സ്വന്തമാക്കിയതിൻ്റെ പിന്നിലെ കാര്യം. കാരണം ആ ഒരു ബഡ്ജറ്റിലെന്ന് പറയുമ്പോൾ പല മറ്റ് ലക്ഷറി ബ്രാൻഡ്സ് നമുക്ക് കാണാനായിട്ട്, മെഴ്സഡീസ് അല്ലെങ്കിൽ BM, ഔഡി, റേഞ്ച് റോവേഴ്സ്, അങ്ങനെ പല ലക്ഷറി ബ്രാൻഡ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്തുകൊണ്ട് അതിലൊന്നും പോകാതെ ഭയങ്കര യൂണിക്ക്, ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ 5-6 വണ്ടികൾ മാത്രമേ ഉള്ളൂ കേരളത്തിലെന്ന്. അത്ര യൂണിക്കായിട്ടുള്ളൊരു വണ്ടി ചൂസ് ചെയ്തതിനുള്ള പിന്നിലുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. ആ ഒരു പ്രൈസിൽ മറ്റ് ബ്രാൻഡ്സിലും എന്തുകൊണ്ട് പോയില്ല എന്നുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അതിനായിട്ട് അദ്ദേഹത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ജീപ്പ് ഗ്രാൻഡ് ചെറോക്കിയുടെ ഓണർ മോഹൻദാസ് സാറിൻ്റെയാണ് ഗ്രാൻഡ് ചെറോക്കി കിടക്കുന്നത്. ഹായ് സർ. ഹായ്, വെൽക്കം ടു ചാനൽ. താങ്ക് യു. ഓക്കെ, സാർ എന്ത് ചെയ്യുന്നുണ്ടെന്ന് സാറ് തന്നെ ഒന്ന് പ്രേക്ഷകരോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കുക. ഐ ആം എ കോൺട്രാക്ടർ. ഓക്കെ. ആൻഡ് എ മാനുഫാക്ചർ. ഓക്കെ. ഇത് രണ്ടുമാണ് എൻ്റെ പ്രൊഫഷൻ. മാനുഫാക്ചറിങ് ഇന്റർലോക്കിംഗ് പേവേഴ്സ്. വി ആർ ദ ലാർജസ്റ്റ് മാനുഫാക്ചേഴ്സ് in Kerala. Okay. Tripunitrayilana. In Tripunitra. And we are doing work all over South India. Okay. Construction work, including flats and industrial buildings for Government of India enterprises. Okay. I'm an engineer, basically engineer from NIT Calicut. Okay. അപ്പം അങ്ങനെ വാഹനങ്ങളോടുള്ള ഇഷ്ടവും അതിൻ്റെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. See, I was using different vehicles in my past experience. Last 10 years I was using a Mercedes-Benz. Okay. After that I purchased a Jeep Compass.
And I found, I used it for 5 years. I found it was giving a very good performance. Okay. No maintenance, and also it has given a good performance. So I thought, why can't I go for a better vehicle in Jeep? Okay, At that time only, Jeep itself. അപ്പോൾ ജീപ്പ് ബ്രാൻഡ് ജീപ്പ് തന്നെ മതി എന്ന് Madi ഉറപ്പിച്ചിരുന്നു. ഉറപ്പിച്ചു. ഓക്കെ, അങ്ങനെ ജീപ്പ് Abam, I thought I will go. But when I looked this, it was a bit costly. But I thought anyway I will afford because they have sold only 3 cars. Or കേരളത്തിലെ ആദ്യത്തെ കാറാണത്. ഓക്കെ, First car in Kerala. കേരളത്തിലെ ഫസ്റ്റ് ഗ്രാൻഡ് ചെറോക്കിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. Now I think they have sold around 6 or 7 or 8. Not more than that anyway. കാരണം ഈ ഒരു പ്രൈസ് ഏകദേശം 1 CR അടുപ്പിച്ച് വരുന്നുണ്ട്. ആ ഒരു But that is including tax. ടാക്സും ഇൻഷുറൻസ് എല്ലാം കൂടെ Totally it was insurance, everything it includes. അത്രയും കൂടെ വരുമ്പോഴാണ്. So the problem with this car is only it is a petrol engine. പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻസ് ഇന്ത്യയിൽ So വന്നിട്ടില്ല. the fuel efficiency is around 8 to 9 in long trip, Okay. and 6 to 7 in very short. സിറ്റി ട്രിപ്പിൽ, കാരണം ഇത്ര This is the വലിയൊരു problem. വണ്ടിയല്ലേ. That's it. So it has got a very good performance, and I'm very happy with the vehicle. My wife has got a small problem because there is a sliding seat sliding channel. ഓക്കെ, It will be touching in the backside seater. So Okay. I usually use front seat, and she will sit in the back seat. That is the only problem we have noticed. വേറെ അല്ലാത്ത As far as till this date, no maintenance has come except for its regular maintenance. റെയിൽവേ മെയിൻ്റെനൻസ് ആണ് വരാറുള്ളത്. പിന്നെ എല്ലാവർക്കും ഉണ്ടായിരുന്ന ചോദ്യമാണ്, ഒരു 1 CR അടുപ്പിച്ച് ഒരു ഗ്രാൻഡ് ജീപ്പ് എന്നുള്ളൊരു ബ്രാൻഡ് ഒട്ടും മോശമല്ലാത്ത ബ്രാൻഡാണ് ജീപ്പ്. പക്ഷേ നമ്മുടെ നാട്ടിലെ ഒരു പ്രവണത എന്ന് പറയുന്നത് മെഴ്സിഡീസ് അല്ലെങ്കിൽ BM അതിലോട്ടൊക്കെയാണ്. ഒരു വേറൊരു BM ഇവിടെ കിടപ്പുണ്ട്, ഒരു GT ഇവിടെ കിടപ്പുണ്ട്, സാർ തന്നെ യൂസ് ചെയ്യുന്നതാണ്. എങ്കിലും ഈ ഒരു ബഡ്ജറ്റിലോട്ട് വന്നപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ മെഴ്സിഡീസിലൊന്നും പോയില്ല, അല്ലെങ്കിൽ BMW പോയില്ല, SUV? My son-in-law was using a BMW GT. so I thought I'll buy another vehicle. Okay. Of course, I was using a Mercedes-Benz. It is of course a very good vehicle, but it is a regular car. ഓക്കെ, So I was looking for a SUV. XUV. So I checked what are the SUV available at that time. That is last year, about last year. Okay. So the best I was informed that Range Rover. Range Rover and So I checked, I gone to their showroom, I driven and checked. But my wife is not at all happy With to sit in the backside. റേഞ്ച് റോവർ. Range Rover. Okay. And it was not comfortable because my friend Fasal Ali is using for last 10-12 years. ഏത് വണ്ടി? Range Rover. റേഞ്ച് റോവർ. ഓക്കെ, So I thought I'll go for a different vehicle. Then I went inside, driven everything, except for its fuel efficiency. Everything I liked. I thought that if I can buy a better car, why can't I use more fuel? യെസ് യെസ്, അതെ, That is ആ why ഒരു I പ്രൈസ് selected മുടക്കാമെങ്കിൽ this car. എന്തായാലും Petrol is nothing. Because I'm going only once in a while, every week, once into Calicut or Kanpur or something. Okay. Not a continuous. ഓക്കെ. It's for my personal. Okay. I got already got another BMW and another small car sedan. സ്മോൾ കാസ് മൈക്ര ഇവിടെ കിടപ്പുണ്ട്, വേറെ ഇത്, പിന്നെ വേറെ ഹോണ്ട ഉണ്ട് അല്ലേ, പല ബ്രാൻഡ്സ്. That is my second daughter. ഹോണ്ട ജാസ് ഉണ്ട്. ഓക്കെ, അതൊക്കെ യൂസ് ചെയ്യുന്നു. അപ്പം താങ്ക് യു സാർ. നമുക്ക് വണ്ടിയുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നമ്മൾ ചോദിച്ചതാണ്. ഇനി നമുക്ക് വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ്, ഇത് വണ്ടി യൂസ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യാനൂടെ ഒരാളുണ്ട്, അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. അപ്പം താങ്ക് യു സാർ. Most welcome. ഓക്കെ, നമ്മൾ മോഹൻദാസ് സാറിനോട് കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ഇതിലേക്ക് വന്നു എന്നുള്ളത്. പക്ഷേ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇദ്ദേഹമാണ്, അദ്ദേഹത്തിന് ഡ്രൈവിങ്ങിൽ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. ഹായ് ബ്രോ, വെൽക്കം. പ്രവീത്. ഓക്കെ ബ്രോ, എത്ര നാളായിട്ട് സാറിൻ്റെ കൂടെ ഉണ്ട്? ഞാൻ സാറിൻ്റെ കൂടെ ഒരു 6 വർഷത്തോളമായി. ഓക്കെ ഓക്കെ, 6 വർഷമായിട്ട് 6 വർഷമായിട്ട് സാറിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ പല വണ്ടികളും മാറി മാറി ഉപയോഗിക്കുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഗ്രാൻഡ് ചെറോക്കിയുടെ എക്സ്പീരിയൻസ് അറിയാനായിട്ടാണ് ബ്രോയോട് ബാക്കി കാര്യങ്ങൾ ചോദിക്കാമെന്ന് വിചാരിച്ച്. അതിന് മുന്നേ ഏതൊക്കെ വണ്ടികൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് അതിന് മുന്നേ ചോദിക്കാം. ഇതിന് മുന്നേ സാറ് തന്നെ യൂസ് ചെയ്തിരുന്നത് ബെൻസ് ആണ് യൂസ് ചെയ്തിരുന്നത്. ബെൻസിന്റെ ഇ ക്ലാസ് ബെൻസ് ആയിരുന്നു. ഈ ക്ലാസ് ആയിരുന്നു ഒരു 7373 എന്ന് പറഞ്ഞ നമ്പർ, ഫാൻസി നമ്പർ ആയിട്ടുള്ള ഒരു വണ്ടിയായിരുന്നു അത് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ജീപ്പ് കോമ്പസിൽ തന്നെ നമ്മൾ ഫസ്റ്റ് ഇറങ്ങിയ ആ മോഡൽ തന്നെ, ഫസ്റ്റ് തന്നെ നമ്മുടെ സാറ് തന്നെയാണ് ആദ്യത്തെ കോമ്പസ്, ആദ്യത്തെ ഫസ്റ്റ് ഇറങ്ങിയ കോമ്പസ് എടുത്തായിരുന്നു. അതിൽ കംഫർട്ടായിരുന്നു സാറ്, നല്ലൊരു കംഫർട്ടും നല്ലൊരു ഡ്രൈവിങ്ങും അതേപോലെ യാത്രാ കംഫർട്ടും ഒക്കെ ആൾക്ക് ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഷെറോക്കിയിലേക്ക് നമ്മൾ മാറിയത്. പിന്നെ അപ്ഗ്രേഡ് ചെയ്യുക, ബെൻസും നോക്കി
പിന്നെ റേഞ്ച് റോവർ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് എടുത്തായിരുന്നു. അതിലൊക്കെ കുറച്ചുകൂടെ കംഫർട്ടായിട്ട് തോന്നിയിട്ടാണ് നമ്മൾ ഈ ഷെറോക്കി എടുത്തത്. അതും കേരളത്തിലെ തന്നെ ഫസ്റ്റ് വണ്ടി, രണ്ടാമത്തെ സെഗ്മെന്റിൽ ഇറങ്ങിയ ഫസ്റ്റ് വണ്ടി. ഇതിന് മുന്നേ ഒരു വേരിയന്റ് ഉണ്ടായിരുന്നു. ഇതിന് മുന്നേ ഒരു വേരിയന്റ് ഉണ്ടായിരുന്നു, അത് ഇമ്പോർട്ടഡ് വെഹിക്കിൾ ആയിരുന്നു. ഇത് ഇവിടെ നാട്ടില് ഇവിടെ അസംബ്ലി ചെയ്യുന്ന വേരിയന്റ് ആണ് ഇത് അല്ലേ? ഓക്കെ. അപ്പൊ മെർസിഡീസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നല്ലേ പറഞ്ഞേ? അപ്പൊ എന്തുകൊണ്ട് മെർസിഡീസിന്റെ ഒരു GLCയോ GLEയിലോട്ടോ ഒന്നും പോകാതെ കുറച്ചുകൂടെ XUV സെഗ്മെന്റിൽ ഇച്ചിരി വലിയ വണ്ടിയായിട്ട് തോന്നിയിട്ട്, അതേപോലെ തന്നെ ഇത് കാണാനായിട്ട് നമുക്ക് പറ്റത്തില്ലായിരുന്നു വണ്ടി എടുത്ത്. ഓക്കെ. നമുക്ക് ഡെമോ വെഹിക്കിൾ ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഡെമോ ആയിട്ട് കാണിച്ചത് തന്നെ പഴയൊരു വണ്ടിയാണ്. അതായത് ഇതിന്റെ മുന്നത്തെ സെഗ്മെന്റിന്റെ വണ്ടിയാണ്. അത് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ അത് കുറച്ചുകൂടെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവും കാര്യങ്ങളൊക്കെ ആയിരുന്നു വണ്ടി. അതിനുശേഷം വന്ന് ഇതിപ്പോ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ കൂടുതലും നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് തന്നെ തന്നത് റാംഗ്ലർ ആയിരുന്നു. റാംഗ്ലർ ആണോ തോന്നുന്നത്? ടെസ്റ്റ് ഡ്രൈവ് തന്നെ സെയിം എഞ്ചിൻ സെയിം ആണെന്നേ ഉള്ളൂ. പക്ഷേ ബാക്കിയെല്ലാം വ്യത്യാസമാണ്. അതാണ് നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു. അവൈലബിൾ അല്ലാത്ത കാരണം അതാണ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് എടുത്തത്. ജസ്റ്റ് പവർ മീൻസ് 2 ലിറ്റർ എഞ്ചിൻ പവർ എങ്ങനെയുണ്ട് എന്ന് അറിയാൻ വേണ്ടി മാത്രം ആണ് പറഞ്ഞത്. അത് അങ്ങനെ തന്നെയാണ്. നിതിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജീപ്പിലെ തന്നെ എക്സിക്യൂട്ടീവ് അല്ല, ആള് സെയിൽസ് മാനേജറാണ്. നിതിൻ എന്ന് പറഞ്ഞ ഒരു പുള്ളിയാണ് വന്നത് നമ്മൾ സംസാരിക്കുന്നത്, ഇവിടെ വന്ന് സംസാരിച്ചത്. പിന്നെ ജീപ്പ് എന്നുള്ളത് നമുക്ക് മെയിൻ്റെനൻസ് കോസ്റ്റ് ഭയങ്കര ഒരുവിധം കുറവായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. മുന്നുണ്ടായിരുന്നത് പെട്രോൾ എഞ്ചിനായിരുന്നു, ഓട്ടോമാറ്റിക് ആയിരുന്നു വണ്ടി. മൈലേജ് ഒരു 10 ആ റേഞ്ചിലോ 8-10 ആ റേഞ്ചിലൊക്കെ കിട്ടുന്നുള്ളെങ്കിലും യാത്ര ഭയങ്കര കംഫർട്ടായിരുന്നു. മുന്നത്തെ കോമ്പസിലായി കഴിഞ്ഞാൽ പോലും. മുന്നിലത്തെ കോമ്പസ് പെട്രോൾ ആയിരുന്നു. പെട്രോൾ വണ്ടി. ഇവിടെ പറയണത് ഡീസൽ അല്ലായിരുന്നു. അതുകൊണ്ടാണ് അത്രയും മൈലേജ് കുറവുള്ളത്. മൈലേജ് കുറവും പിന്നെ അത് മാത്രമല്ല യാത്ര കംഫർട്ടും സൂപ്പറാ. പിന്നെ മെയിൻ്റെനൻസ് നമുക്ക് വളരെ കുറവായിരുന്നു. മെയിൻ്റെനൻസ് കുറവായിരുന്നു ജീപ്പിന്. മെയിൻ്റെനൻസ് കുറവ് മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സർവീസ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു 10,000-15,000 ആ റേഞ്ചിലെ മെയിൻ്റെനൻസ് വരുന്നുണ്ടായിരുന്നു. പക്ഷേ സ്പെയർ പാർട്സ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും എനിക്ക് മാറ്റേണ്ടി വന്നിട്ടില്ല. അധികം മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സ്പെയറുകളും കാര്യങ്ങളൊക്കെ മാറ്റേണ്ടി ഒന്നും വന്നിട്ടില്ല. അത് എത്ര നാൾ ഉപയോഗിച്ചത്? ഏകദേശം 5 വർഷത്തോളം. 2017 എടുത്ത് എനിക്ക് തോന്നുന്നു ഫെബ്രുവരി. 1.4 പെട്രോൾ അല്ലേ? അതെ. ഓക്കെ. അത് അപ്പം എത്ര കിലോമീറ്റർ? 2017 എത്ര കിലോമീറ്റർ ഓടിച്ചു? 1,00,000 കിലോമീറ്റർ. 1,00,000 കിലോമീറ്റർ ഓടിച്ചു ജീപ്പ്. ഓക്കെ. എന്നിട്ടും പണികളൊന്നും വന്നിട്ടില്ല. അധികം വന്നിട്ടില്ല. ഓക്കെ. മീൻസ് മേജർ പണികളൊന്നും അധികം വന്നിട്ടില്ല. ഈ പറഞ്ഞ 5 ഇയേഴ്സിൽ വാറണ്ടിയിലായിരുന്നോ വണ്ടി? അതോ വാറണ്ടിയിലായിരുന്നു. വാറണ്ടി നമ്മ അത് ഇപ്പൊ കൊടുക്കാൻ നേരത്തും അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് തന്നെയാണ് കൊടുത്തത്. വാറണ്ടിയിലായിരുന്നു. അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി സെയിൽ ചെയ്തത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഉടനെ ഇതെടുത്തോ അതോ വേറെ? അത് കഴിഞ്ഞിട്ട് അത് 5 വർഷം കാലാവധിയിലാണ് നമ്മ വണ്ടി മാറ്റാറ്. അങ്ങനെ ഒരു കാലാവധി 5 വർഷം ആയപ്പോൾ നമ്മ വേറെ വണ്ടി എന്നുള്ള രീതിയിൽ ജീപ്പ് തന്നെയായിരുന്നു കൂടുതലും പ്രിഫറൻസ് കൊടുത്തായിരുന്നത്. റേഞ്ച് റോവർ നമ്മ നോക്കിയത് ഇച്ചിരി കൂടി ഹൈറ്റും ഒരു ലക്ഷറി എന്താ പറയാ, ഇങ്ങനെ മുകളിലിരുന്ന് യാത്ര ചെയ്യണ പോലുള്ളൊരു സുഖം കിട്ടി. അതായത് ഇവോക്ക് വെലാറൊക്കെ നോക്കിയിരുന്നോ? ഇല്ല നമ്മ റേഞ്ച് റോവർ ആണ് നോക്കിയത്. പിന്നെ നോക്കിയത് ബെൻസിന്റെ GLC ആണ്. അതാണ് നോക്കിയത്. അതും ഏകദേശം ഈ ഒരു പ്രൈസ് വരുന്നത്. അപ്പം എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യമാണ്, ഞാൻ സാറിനോട് ചോദിച്ചിരുന്നു, ഒരു 1CR മുടക്കി ഇതെടുക്കാൻ. എന്ന് വെച്ചാൽ ജീപ്പ് എന്നുള്ളൊരു ബ്രാൻഡ് അമേരിക്കൻ കമ്പനിയാണ്, അത്രയും ക്വാളിറ്റി ഉണ്ട്, എല്ലാം കൊണ്ടും ഓക്കെയാണ്, ഒരു പ്രോപ്പർ SUV ആണ്, അങ്ങനെയുള്ള എല്ലാ കാര്യമുണ്ട്. എങ്കിലും നമ്മുടെ നാട്ടിലുള്ളവരുടെ പ്രവണത അറിയാലോ, 1CR എന്ന് പറയുമ്പോഴേ മറ്റ് ബ്രാൻഡ്സ് ആയിരിക്കും ആദ്യമേ മനസ്സിൽ വരുന്നത്. അപ്പൊ അതിൽ ബ്രോയ്ക്ക് എന്ത് പറയാനുണ്ട്? സാറിനോട് ചോദിച്ചിരുന്നു. സാറ് പറയുന്നത് ഇപ്പോൾ ബെൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും BM ആയി കഴിഞ്ഞാലും നമ്മ എവിടെ പോയി കഴിഞ്ഞാലും പൊതുവെ കാണുന്ന ഒരു വെഹിക്കിളാണ്. അതെ അല്ലേ? ഇതിപ്പോ ഈ വണ്ടിയാണെങ്കിൽ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാലും കാണില്ല. ഇപ്പൊ 4-5 വണ്ടിയാണ് ഓൾറെഡി സെയിലായി പോയി. ഇതില് പോകുമ്പോ തന്നെ ആൾക്കാർ 4 ആൾ കാണുമ്പോ തന്നെ ഇപ്പോ ഏകദേശം സെയിം ഡിസൈൻ തന്നെയാ വരണേ. മെറിഡിയൻ ഇറങ്ങിയത് സെയിം ഡിസൈൻ തന്നെ വരണേ. പക്ഷേ മെറിഡിയനിലായി കഴിഞ്ഞാൽ മെറിഡിയനായിട്ടും ഈ ഹൈറ്റും കൂടുതൽ വലിപ്പവും കൂടുതൽ എല്ലാം കൂടുതലായിട്ട് നിൽക്കുന്നത് ഈ ഷെറോക്കിയാണ്. 5 മീറ്ററോളം 4900 സംതിങ് mm ആണ് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത്. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിരിക്കുന്നു. 4 വീൽ ഡ്രൈവ് വന്നിരിക്കുന്നു.
അങ്ങനെ കുറേ സ്പെസിഫിക്കേഷൻ. 4 വീലും നമ്മൾ ടെസ്റ്റ് ചെയ്തായിരുന്നു പ്രാവശ്യം. ഒരു കസിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഒരു മലയുടെ മുകളിൽ പോയപ്പോൾ ടെസ്റ്റ് ചെയ്തോ? കറക്റ്റ് ഈ വണ്ടി പോകുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 4 വീലിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കയറ്റി നോക്കി. ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ തോന്നിയല്ലേ? പുലിയ. ഓക്കെ ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് ജീപ്പ് എന്നൊരു ബ്രാൻഡിനെ പറ്റി ബ്രോയുടെ അഭിപ്രായം. ഇനി നമുക്കറിയാനുള്ളത് ഇതിൻ്റെ ഒരു പവറിൻ്റെ കാര്യമാണ്. 2 ലിറ്റർ എഞ്ചിൻ ആക്കിയത് പലർക്കും വിഷമമുള്ളൊരു കാര്യമാണ് എന്നറിയാം. പെട്രോൾ എഞ്ചിനാണ്, ടർബോ പെട്രോൾ എഞ്ചിനാണ് വന്നിരിക്കുന്നത്. അത് വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ? അതിന് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സ്ഥിതിക്ക് ബ്രോയ്ക്ക് അറിയാമല്ലോ, ഏതാ മറ്റു വണ്ടികൾ പലതും ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള സ്ഥിതിക്ക് ബ്രോയ്ക്ക് അറിയാമല്ലോ, എന്താണ് പറയാനുള്ളത്? 2 ലിറ്റർ എഞ്ചിനാക്കി ഇപ്പോൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇതിനൊരു പവർ കുറവ് എന്ന് പറയാനൊന്നുമില്ല. ട്യൂണിങ് അതനുസരിച്ച് ചെയ്തിട്ടുണ്ട്. പവർ ഇപ്പോൾ ഒരു 100 ഇപ്പോൾ നമ്മുടെ റോഡ് അനുസരിച്ച് 100 എത്താന്നൊക്കെ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ റോഡിൽ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാനായിട്ട് 100 എത്താനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ഒരു 3-5 സെക്കൻഡിൽ 0 to 100 5 സെക്കൻഡ്സിൽ 0 to 100 എത്തിക്കാൻ പറ്റും വേണമെങ്കിൽ. സ്പോർട്സ് മോഡിലൊക്കെ ആണെങ്കിൽ ഓട്ടോ മോഡ്, സ്പോർട്സ് മോഡ് അങ്ങനെ പറഞ്ഞിട്ട് 4 മോഡാണ് വരുന്നത്. 4 മോഡ്സാണ് വരുന്നത്. അതിൽ സ്പോർട്സ് മോഡ് ആണെങ്കിൽ ഈ പറഞ്ഞ 5 സെക്കൻഡിനുള്ളിൽ വണ്ടി എത്തിക്കോളും. പവർ കുറവുണ്ട് എന്നുള്ളൊരു കാര്യമേ വേണ്ട. 8 സിലിണ്ടറും 6 സിലിണ്ടറും V6ഉം ഒക്കെ കണ്ടിട്ട് 4 സിലിണ്ടറിലോട്ട് വന്നതിന്റെ യാതൊരു പ്രശ്നവുമില്ല എന്നാണ് ബ്രോ പറയുന്നത് അല്ലേ? സെയിം ഇത് തന്നെ GT, നമുക്ക് GT ഉണ്ട്. GTക്ക് ആയി കഴിഞ്ഞാലും GTയുടെ അത്ര എത്തില്ലെങ്കിൽ തന്നെ അതിനെ താരതമ്യം ചെയ്ത് നോക്കാൻ എന്ന് പറയാനില്ല. ഒരുവിധം പവറൊക്കെ സെയിം ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. BMW GTയെ വെച്ച് നോക്കുവാണെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത്. പിന്നെ അതൊരു പെർഫോമൻസ് കുറച്ചുകൂടെ ഓറിയന്റഡ് ആയിട്ടുള്ള വണ്ടിയാണ്. സ്പോർട്സ് മോഡ് വണ്ടി ആയതുകൊണ്ട് അതിന് കുറച്ചുകൂടെ പവർ കൂടുതലുണ്ട്. എന്നാൽ പോലും ഏകദേശം പിടിച്ചിരിക്കാൻ പറ്റും അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ ഇതിന്റെ ഒരു കംഫർട്ട് എങ്ങനെയുണ്ട്? ലോങ് ഡ്രൈവ്സ് മീൻസ് കുറച്ച് ഹൈ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒത്തിരി കൂട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ വണ്ടി ഇപ്പോൾ ഗട്ടർ ചാടുക കഴിഞ്ഞാലും നല്ല ഉള്ളിലേക്ക് വലിയ സൗണ്ട് വരും, ചെറിയൊരു സൗണ്ട് വരും. അതല്ലാതെ വേറെ ഒരു ഇത് യാത്രയ്ക്ക് വരില്ല. ഇപ്പോൾ ഗട്ടർ ആയി കഴിഞ്ഞാൽ തന്നെ അധികം എന്താ പറയുക, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഉള്ളിലേക്ക് എഫക്റ്റ് ചെയ്യത്തില്ല. അറിയാനില്ല. പിന്നെ ഇവിടെ നിന്ന് കോഴിക്കോടാണ് കൂടുതലും പോവാറ് ലോങ് ഡ്രൈവ്. എന്നാലും യാത്ര ഡ്രൈവിംഗ് ആയി കഴിഞ്ഞാലും ബാക്കിലിരുന്ന് യാത്ര ചെയ്യുകയാണെങ്കിലും അധികം ഡിസ്കംഫർട്ട് ഇല്ല വണ്ടി. ബാക്കിലിരുന്ന് സാറിന് കൂടുതലും സൈഡിലും സാറ് കൂടുതൽ ആക്റ്റീവ്, ആള് ഫ്രണ്ടിലിരിക്കുള്ളൂ. മാഡം പറഞ്ഞേക്കണത് മാഡാണ് കൂടുതലും ബാക്കിലിരുന്ന് യാത്ര. മാഡം പറയുന്നത് യാത്ര കംഫർട്ട് ഉണ്ട്, എന്നാലും ചെറിയ ആ കാല് വെക്കുന്ന ഭാഗത്തൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. അത് തട്ടിലും സീറ്റിന്റെ അടിയിലോ. ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് ആണല്ലോ. ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് ആണ് വണ്ടി. അപ്പോൾ നമുക്ക് ഇപ്പോൾ പ്രതീക്ഷിക്കാണ്ട് വല്ല പട്ടിയോ അല്ലെങ്കിൽ വല്ല പുല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് സെൻസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തേക്കും. ആ ഒരു സമയത്ത് കാല് ചെന്ന് ബാക്ക് സീറ്റിന്റെ അടിയിൽ ഒരു ക്ലിപ്പിൽ തട്ടിയിട്ട് 2 പ്രാവശ്യം ഇഞ്ചുറിയുടെ ആയിട്ട്. അത് മാത്രം ഒരു പ്രശ്നമുള്ളൂ. ബാക്കി യാത്രാ കംഫർട്ട് ഒക്കെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ പറഞ്ഞ ഇഷ്യൂ ജീപ്പിൽ പറഞ്ഞിരുന്നു, പക്ഷെ അതിനൊരു സൊല്യൂഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. അത് മാത്രം ഒരു ഡിസഡ്വാൻറ്റേജ് അതെല്ലാ വേരിയന്റിലും ഉണ്ടായിരിക്കും. പിന്നെ ആൾക്ക് ഹൈറ്റ് കുറച്ച് കൂടുതലായ കാരണം, കാലിൽ ലെങ്ത് ഉള്ള കാരണമൊക്കെ ആയിരിക്കും കൂടുതലും പ്രശ്നം. മറ്റുള്ളവർക്ക് വന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അതൊക്കെയാണ് അതിന്റെ അത്തരം കാര്യങ്ങളല്ല. ലോങ് ഡ്രൈവിന്റെ കംഫർട്ട് ഏതായാലും പ്രശ്നമൊന്നുമില്ല. എത്ര ലോങ് വരെ പോയിട്ടുണ്ട് ഇതുകൊണ്ട്? കണ്ണൂർ വരെ പോയിട്ടുണ്ട്. നമ്മ മാഹി വരെ പോയിട്ടുണ്ട്. കണ്ണൂരും പോയിട്ടുണ്ട്. പയ്യന്നൂര് ഒരു വർക്കിന്റെ ആവശ്യത്തിന് വേണ്ടി പോയിട്ടുണ്ട്. അപ്പോഴൊന്നും യാത്രാ കംഫർട്ട് ഓക്കെയാണ്. ഒരു ക്ഷീണവും ഇല്ല. നമുക്ക് ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും ക്ഷീണമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒരു ഇതുമില്ല. ഇപ്പോൾ വർക്ക് നടക്കണ കാരണം കുറച്ച് ട്രാഫിക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു വലിയ 20 ഇഞ്ച് വീൽസ് ആണ് ഇതിന് വന്നിരിക്കുന്നത്. വണ്ടിയുടെ വലുപ്പത്തെ നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു വീൽ സൈസ് കൊടുത്തിരിക്കുന്നു അല്ലേ? നമ്മളിപ്പോൾ ടയർ ചേഞ്ച് ചെയ്തായിരുന്നു. അത് വണ്ടി എടുത്ത് ഉടനെ അല്ല, ഒരു 25,000 ഓടിയിട്ടുണ്ട് വണ്ടി. അത് കഴിഞ്ഞതിന് ശേഷം 25,000 മാറിയത്. ബാക്ക് വീൽസ് 2 ടയർ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 265 ആണ് ടയർ വരുന്നത്. ടോട്ടൽ സൈസ് വരുന്നത് 265 20 വരുന്നത് സൈസ് വരുന്നത്. അത് നമ്മൾ മാറി 275 ആക്കിയിട്ടുണ്ട് വീലിന്
ഓക്കെ, വീതി കുറച്ചുകൂടെ കൂട്ടിയിട്ടുണ്ട് റിയറിൽ. അത് ഓടിക്കുമ്പോൾ അറിയാനുണ്ടോ? അത് നന്നായിട്ട് അറിയാം. ഇച്ചിരിയും കൂടിയും കംഫർട്ടാണ്. അത് ശരി. ആ ടയർ സൈസ് മാറ്റുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി വീതി കൂടിയ കാരണം കുറച്ചുകൂടെ കംഫർട്ട് കൂടി. ഓഫ് റോഡ് പോവുകയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ തന്നെ ഈ സൈസ് കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ അവർ ജീപ്പ് തന്നെ പ്രിഫർ ചെയ്ത് നമുക്ക് ഈ സൈസ്. ഇതിൻ്റെ ഈ 265 ഓൾറെഡി വരുന്നത്, അതായത് കമ്പനി വരുന്നത് 265 വരുന്നത് സൈസാണ് വരുന്നത്. അതിൻ്റെ പ്രൊഡക്ഷൻ കുറവാണ്, കുറച്ച് വണ്ടികൾക്ക് വരുന്നുള്ളൂ. കോണ്ടിനെന്റലാണോ ടയേഴ്സ്? കോണ്ടിനെന്റലാണ്, റിയറിലും കോണ്ടിനെന്റൽ തന്നെ നമ്മൾ ചെയ്തേക്കണേ. ബാക്കിലേക്ക് മാറിയപ്പോഴും സൈസ് മാറിയപ്പോഴും കോണ്ടിനെന്റൽ തന്നെയാണ് മാറിയേക്കണത്. അപ്പം ഏകദേശം എത്ര എമൗണ്ട് വന്നിട്ടുണ്ട് ബാക്കിൽ 2 ടയർ മാറിയതിന്? 2 ടയർ കൂടിയിട്ട് ഏകദേശം ഒരു 40,000. ഓക്കെ, 40,000 രൂപ 2 ടയറിനും. അത് 275 20 ഇഞ്ച് ടയേഴ്സിന് 40,000. അല്ല അങ്ങനെയല്ല, 265 പ്രൈസ് കൂടുതലാണ്. 275 പ്രൈസ് കുറവാണ്. അത് ശരി, പ്രൈസ് കുറവായിട്ടല്ല, അവൈലബിലിറ്റി കുറവായ കാരണമാണ് നമ്മൾ 275 ഇട്ടേക്കുന്നത്. ഓക്കെ ഓക്കെ, ഇമ്പോർട്ടിംഗ് ടാക്സും കാര്യങ്ങളും എല്ലാം എല്ലാം വരുന്നത് കൊണ്ട് 10,000 കൂടുതലാണ്. അത് ശരി. ഓക്കെ, 275 ഇട്ടിട്ട് ഒരു 10,000 കുറഞ്ഞിരുന്നത് കൊണ്ട് കുറഞ്ഞത് അത് അവൈലബിലിറ്റി കുറവായ കാരണം, അത് 265 കിട്ടാനായിട്ട് ഭയങ്കരമായിട്ട് കുറവായ കാരണമാണ് നമ്മൾ 275. കുഴപ്പമില്ല, ഒരു 15,000 ഇപ്പോൾ ഈ ടയറിന് വലിയ പ്രശ്നമില്ല എന്ന് തോന്നുന്നു അല്ലേ? മറ്റു വണ്ടികളുടെയും ടയേഴ്സ് ഒക്കെ മാറി ഇപ്പോൾ കണ്ടിട്ടുള്ളതായിരിക്കുമല്ലോ ടയർ പ്രൈസ് ഒക്കെ. BMന്റെ ടയേഴ്സ് ഒക്കെ ലോ പ്രൊഫൈൽ ടയേഴ്സ് ഒക്കെ ആയിരിക്കും വരുന്നത്, അതിനൊക്കെ നല്ല പ്രൈസ് ആവുന്നതാണല്ലോ. ഓക്കെ, അപ്പോൾ GT എത്ര നാളായി? GT എടുത്തിട്ട് ഇപ്പോൾ ഒരു 3 മാസം ആവണുള്ളൂ. പുതിയതാണ്. പുതിയതാണ്. ഓക്കെ, നമുക്കിനി ഇന്റീരിയർ ഒന്ന് കയറിയിട്ട് അകത്തെ കുറച്ച് ഫീച്ചേഴ്സ് ബ്രോക്ക് ഇഷ്ടപ്പെട്ട എന്തൊക്കെയാണ് സ്ഥിരം യൂസ് ചെയ്യാറുള്ളതിൽ അതൊക്കെ ഒന്ന് നോക്കിയാലോ. ഓക്കെ, നമ്മളിപ്പം ജീപ്പ് ഗ്രാൻഡ് ചെറോക്കിയുടെ ഇന്റീരിയറിൽ വന്നിരിക്കുന്നു. ഇന്റീരിയറിലെ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കയറിയിരിക്കുന്നത്. കാരണം ഈ ഒരു പ്രൈസ് എന്ന് പറയുമ്പോഴേ ആൾക്കാർ ഇന്റീരിയറിൻ്റെ ആ ഒരു ഫീലോ അല്ലെങ്കിൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആദ്യം നോക്കുന്നത്. ഇത് ജീപ്പിൽ എന്തുമാത്രം ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കയറുമ്പോഴേ തന്നെ അധികം പ്രീമിയം ഫീലിനെക്കാട്ടുപരി ഒരു സോളിഡ് ഫീലാണ് നമുക്ക് വണ്ടി തരുന്നത്. ഓരോ അല്ലേ? അതെ, ഒരു എന്താ പറയാ, കുറെ കളറുകളൊന്നുമില്ല, അതൊരു സ്റ്റാൻഡേർഡ് ലുക്കിലേക്ക് ഭയങ്കര സ്റ്റാൻഡേർഡ് ആക്കിയിട്ടുള്ള ഇന്റീരിയറിലാണ് ഫുള്ളായിട്ട് കാണുന്നത്. പിന്നെ ക്ലസ്റ്ററൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് പഴയ ജീപ്പിന്റെ തന്നെ റേഡിയോയുടെ ഒക്കെയാണ് നമുക്കിപ്പോൾ ഇതിൽ വന്നേക്കുന്നത് തന്നെ. ഓക്കെ, ആ ജീപ്പിന്റെ തന്നെ സെയിം ഇത് തന്നെയാ. ഇപ്പൊ ഇറങ്ങുന്ന ജീപ്പിന്റെ ആയിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല, ഏകദേശം സെയിം തന്നെയാണ് ക്ലസ്റ്ററുകളും കാര്യങ്ങളും. പക്ഷെ നല്ല ക്വാളിറ്റിയിലാണ് ഉള്ളത്. ഇപ്പൊ എല്ലാവരും വണ്ടി എടുക്കുമ്പോൾ സ്ക്രീനിന്റെ എണ്ണങ്ങളും അതിന്റെ വലുപ്പമാണല്ലോ നോക്കുന്നത്. ഇതിലൊട്ടും അടുപ്പിച്ചിട്ടില്ല. ഉണ്ട് അതിൽ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഒക്കെ ലോ പ്രഷർ കാണിച്ചിട്ടുണ്ടല്ലേ, അത് കാണിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ മെയിൻ ഇൻഫോർടൈൻമെന്റ്, അത് കൂടാതെ സെക്കൻഡറി അടുത്ത ഇൻഫർടൈൻമെന്റ് അത് ഈ കോ പാസഞ്ചർ സൈഡിൽ മാത്രമേ ഇരുന്ന് കാണാൻ കിട്ടുള്ളൂ. ഡ്രൈവർക്ക് ഒരു ഡിസ്കംഫർട്ട് ഇത് ഉണ്ടാവില്ല, ഒട്ടും വരത്തില്ലാത്ത രീതിയിലാണ് ഇത്. അതെ, എനിക്ക് ഇവിടെ നിന്ന് കാണില്ല. കണ്ടോ, നിങ്ങൾക്ക് ക്യാമറയിലും കാണാൻ വഴിയില്ല. അതേസമയം നമ്മൾ ആംഗിൾ മാറ്റി നോക്കുമ്പോൾ കണ്ടോ, ഇവിടെ വരുമ്പോഴേ ആ സ്ക്രീൻ തെളിയുള്ളൂ. ഓൾറെഡി അത് ചെറുതായിട്ട് അങ്ങോട്ട് ചരിച്ചാണ് ഇരിക്കുന്നത്. അതുകൂടാതെ മറ്റേ നമ്മൾ പ്രൈവസി പേപ്പറൊക്കെ ഒട്ടിക്കത്തില്ലേ നമ്മുടെ ഡിസ്പ്ലേയിൽ ഫോണിൻ്റെ, അതുപോലെ തന്നെ സൈഡിൽ നിന്നുള്ളവർക്ക് കാണത്തില്ല. അത് നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ, എന്തായാലും ക്വാളിറ്റിക്കൊന്നും പ്രശ്നം കാണത്തില്ല. HDMI സപ്പോർട്ടൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ഇരുന്നവർക്ക് TV കാണാനോ അല്ലെ വീഡിയോസ് ഒക്കെ പ്ലേ ചെയ്യാനോ യൂസ് ചെയ്യാം. അത് ഡിസ്റ്റർബൻസ് ആവില്ല എന്ന് പറയുന്നത്, അതിൽ വരുന്ന വോയിസ് നമുക്ക് സ്പീക്കറിൽ വരില്ല. ആ സൈഡിലെ സ്പീക്കറിനാണോ? ഈ സൈഡിലെ സ്പീക്കറിൽ ഇല്ല, വരത്തില്ല. ബ്ലൂടൂത്തിലാ നമുക്കിത് വീഡിയോ ആണെങ്കിൽ സൗണ്ട് ആയാലും എന്തായാലും സെപ്പറേറ്റ് ആണ് വരുന്നത്. സെപ്പറേറ്റ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതിൽ അങ്ങനെ 3 സ്ക്രീൻ കൊടുത്തിരിക്കുന്നു. പിന്നെ എല്ലാം കണക്റ്റഡ് സ്ക്രീൻ ആയിട്ടല്ല, സെപ്പറേറ്റ് ആയിട്ടാണ് 3 സ്ക്രീനും വന്നിരിക്കുന്നത് അല്ലേ? ഓക്കെ, പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം, ഒത്തിരി സ്വിച്ചസ് ഉണ്ട്. അതെ, ഇപ്പൊ കാണുന്ന പ്രീമിയം ഒരു എന്താ പറയാ, ഫ്ലൈറ്റിന്റെ കോക്പിറ്റ് പോലെയൊക്കെ ഒരു ജസ്റ്റ് ഒരു ഫീല്. പിന്നെ ഈ വണ്ടിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ കണ്ടില്ലേ, ഭയങ്കര ഇച്ചിരി നല്ല ഹൈറ്റിലായിട്ട് വിഷ്വലൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ആ ഒരു കാര്യമുണ്ട്. ഇപ്പം സ്വിച്ചസിന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ എടുത്തു പറയാനുള്ളത്, ഇപ്പം AC-യുടെ ഡ്യുവൽ സോൺ AC ആണ് എന്തായാലും വന്നിരിക്കുന്നത്. വെന്റിലേറ്റഡ് സീറ്റാണ്. അതെല്ലാം ഉണ്ട്. അതിനെല്ലാം സെപ്പറേറ്റ് സ്വിച്ചസ് ഉണ്ട്. നമുക്ക് ഒന്നും മറ്റേ നമ്മൾ ആധുനിക വാഹനങ്ങളിൽ കാണുന്നത് പോലെ ഡിസ്പ്ലേയിൽ കണ്ടുപിടിച്ച് പോകേണ്ട ആവശ്യമില്ല. അതിന് സെപ്പറേറ്റ് ഡെഡിക്കേറ്റഡ് സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ അനായാസം നമുക്ക് അതെല്ലാം ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ആ സൈഡിലെ സ്ക്രീൻ ഓഫ് ചെയ്യാൻ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അതാണിത്. സൈഡിലിരിക്കുന്ന ആൾ കാണണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്താൽ മതി. പിന്നെ പാർക്കിംഗ് സ്വിച്ച്, അതിൻ്റെ നമ്മുടെ ഹസാർഡ് ബട്ടൺസ്, ട്രാക്ഷൻ കൺട്രോള്,
ഇത് വരുന്നത് നമ്മുടെ ലെയിൻ അസിസ്റ്റന്റ്, ഡ്രൈവ് അസിസ്റ്റന്റ്, അഡാസിന്റെ ഓൺ ഓഫ് സ്വിച്ച്, പിന്നെ വണ്ടി ഓട്ടോ ഓൺ ഓഫ് സ്വിച്ച്, അതെല്ലാം മുകളിൽ വന്നിരിക്കുന്നു. പിന്നീട് നമ്മുടെ വെന്റിലേറ്റഡ് സീറ്റ്സിന്റെ സ്വിച്ച്, അത്യാവശ്യം വേണ്ട സ്വിച്ചുകൾ എല്ലാം ഇവിടെ ഉണ്ട്. വേറെ ഓപ്ഷനിലേക്ക് പെട്ടെന്ന് പോകണ്ട, ഡ്രൈവർക്ക് ആയി കഴിഞ്ഞാലും വേറെ ഓപ്ഷനിലേക്ക്. ഇപ്പൊ നമ്മ വേറെ വണ്ടിയൊക്കെ ആണെങ്കിൽ നമ്മ ഈ ഓപ്ഷൻസ് അന്വേഷിച്ച് പോകാൻ നിൽക്കണം, ക്ലസ്റ്ററിൽ അന്വേഷിച്ച് പോകാൻ നിൽക്കണം. ഇത് അതിന്റെ ആവശ്യമില്ല. എല്ലാത്തിനും AC കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇപ്പൊ പെട്ടെന്ന് അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് സ്വിച്ചുകളൊക്കെ കറക്റ്റ് ആയിട്ട് ഇവിടെ തന്നെ ഉണ്ട്. ട്യൂണിങ്ങിന്റെ ആയാലും വോളിയത്തിന്റെ ആയാലും പിന്നെ ജീപ്പിന് വരുന്ന പോലെ തന്നെ ട്യൂണിങ് ആയാലും വോളിയം ബട്ടൺ ആയാലും നമുക്ക് ഇതിന് ബാക്കിൽ സ്റ്റിയറിംഗിന് ബാക്കിലായിട്ട് സ്വിച്ചസ് ഇത് ഈ സ്വിച്ചസ് ഒന്നും കൂടാതെ ഇവിടെ സ്റ്റിയറിംഗിന് അടിയിൽ ബാക്കിലും സ്വിച്ചസ് വന്നിട്ടുണ്ട്. അത് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം പിന്നെ സ്ക്രീൻ ഓഫ്, നമുക്ക് രാത്രിയിൽ പോകുമ്പോൾ സ്ക്രീൻ ഓഫ് ആക്കിയിടണമെങ്കിൽ ജസ്റ്റ് ഒരു ടൈം മാത്രം കാണുന്ന രീതിയിൽ ഇവിടെ സ്ക്രീൻ ഓഫ് ചെയ്യുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. പിന്നീട് നമ്മുടെ HDMI പോർട്സ്, ഓക്സി പോർട്സ്, ഇഷ്ടംപോലെ പോർട്സ് ആണ്, ചാർജിങ് പോർട്സ് ആണല്ലേ. വയർലെസ് ചാർജിങ് പോർട്ട്, വയർലെസ് ചാർജിങ്ങിൻ്റെ ഒരു പ്ലേസ് ആണ് അത്, നമ്മുടെ ഫോൺ ചാർജ് ആവുന്നുണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഗിയർ സെലക്ടർ, ഇവിടെ നമുക്ക് നമ്മുടെ പ്രീമിയം ബ്രാൻഡ്സിലൊക്കെ കാണുന്ന അതേ ഗിയർ സെലക്ടർ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. അതിൽ റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ അവിടെയും ഇവിടെയും കാണാം അല്ലേ, അതെങ്ങനെയുണ്ട്? ഇതൊരു നല്ലൊരു ഫീച്ചറാണ്. ഇപ്പൊ രാത്രി ബാക്കിൽ നിന്ന് വരുന്ന വണ്ടികൾ ബ്രൈറ്റ് ഇട്ടിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇതിൽ കൂടെ നമ്മുടെ മുഖത്തേക്ക് ഷെയ്ഡ് വരും. അതില്ലാതിരിക്കാൻ വേണ്ടി ഇത് വളരെ ഉപകാരപ്പെട്ടതാണ്. മിറർ ഷെയ്ഡിങ് ഉണ്ട്, ഓപ്ഷൻ ഇതിലുണ്ട്, മിറർ ഷെയ്ഡിങ്ങിന്റെ ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ഓണോ ഓഫോ ഒക്കെ ചെയ്തിടാവുന്നതാണ്. പക്ഷെ ഇത് രാത്രി കാലങ്ങളിൽ വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആണ്. അത് മാത്രമല്ല നല്ല ക്ലാരിറ്റിയാണ്, നല്ല ക്ലാരിറ്റിയാണ് ഇത്. പോലീസൊക്കെ അവിടെ നിൽക്കുന്നു. ഓക്കെ, ഇതിൽ രണ്ടും. പിന്നെ 360 ക്യാമറയുടെ ക്വാളിറ്റി നമ്മൾ ചോദിച്ചില്ല, എങ്ങനെയുണ്ട്? 360 ക്യാമറയും പക്കാ ക്വാളിറ്റിയാണ്, നല്ല ക്വാളിറ്റി, അതിലൊന്നും പറയാനില്ല. ക്യാമറയുടെ കാര്യത്തിൽ പക്കാ ക്വാളിറ്റിയാണ്, അതിൽ ഫുള്ള് സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രാൻഡ് ഷെറോക്കി ഇന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, രണ്ട് സൈഡിലും ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് വന്നിരിക്കുന്നത് അല്ലേ? അതെ. ഡ്രൈവ് ചെയ്തുകൊണ്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സും വിത്ത് മെമ്മറി ഫംഗ്ഷൻ ആണ്. മെമ്മറി ഫംഗ്ഷൻ 2 സെറ്റ് ചെയ്യാം അല്ലേ? അതെ, 2 സെറ്റ് ചെയ്യാം. അതാണ് ഞാൻ ഇന്നലെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞത്. ഇപ്പൊ മെമ്മറി സീറ്റ് നമുക്ക് ഒരാഴ്ച വരെയൊക്കെയാണ് അത് നമുക്ക് ഹോൾഡായി നിൽക്കുള്ളൂ. അത് കഴിഞ്ഞാൽ മെമ്മറി ഫംഗ്ഷൻ വ്യത്യാസം വരുന്നുണ്ട്. അതാണ് ഇന്നലെ ഞാൻ പറഞ്ഞ ഒരു ഡിഫോൾട്ട് പറഞ്ഞത്. ഓക്കെ, എൻ്റെ മുന്നിൽ ഒരു അമ്മാമ്മ നമ്മുടെ വണ്ടി കണ്ടോണ്ട് ഓടുന്നു, പയ്യെ പോയാൽ മതി. കാരണം ഇതിന്റെ ഒരു വരവ് കാണുമ്പോഴേ ഒരു ഭീകരത്വം തോന്നിക്കുമല്ലേ. എങ്ങനെയുണ്ട് ഇത് സിറ്റിയിലൊക്കെ മാനേജ് ചെയ്യാൻ? എങ്ങനെയുണ്ട്? സിറ്റിയിൽ മാനേജ് ചെയ്യാൻ കുറച്ച് പാടാ. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ വലിയൊരു വണ്ടിയായി തന്നെ നമുക്ക് വിസിബിലിറ്റി കൂടുതലായ കാരണം നമുക്കത് അനുസരിച്ച് നമുക്ക് കൊണ്ടുപോകാനായിട്ടായാലും സിറ്റി ഡ്രൈവിന് കുഴപ്പമില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വലിയ പ്രശ്നമില്ലാണ്ട് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലാണ്ട് കൊണ്ടുപോകാൻ നടക്കാൻ പറ്റുന്നുണ്ട്. എത്ര സ്പീഡ് ഒക്കെ എത്ര ക്രൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പുറത്തൊക്കെ പോകുമ്പോൾ? പുറത്ത് ഞങ്ങൾ പഴനി പോയപ്പോൾ പുതിയ ഹൈവേയിലൊന്ന് 140 വരെയൊക്കെ ഒന്ന് നോക്കി. അത് ഗ്രാൻഡ് ചെറോക്കി ആണോ പോകുന്നത്? അല്ല, അത് ഓടി. അല്ലല്ല, അത് ഷെറോക്കി തന്നെയാണ്, പഴയ എഡിഷൻ ചെറോക്കി. ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ പോകുന്നു, ഡ്രൈവ് ചെയ്യുന്നത്. അതാണ് പഴയ ഷെറോക്കി. ഓക്കെ, അവിടെ പാസ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് കാണാമെങ്കിൽ കാണാം. അതിന് കുറച്ചുകൂടെ എഞ്ചിൻ നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? എഞ്ചിൻ നോയ്സ് ഒക്കെ കുറച്ചുകൂടെ രീതിയിൽ, അതും എഞ്ചിൻ ഇച്ചിരി വലിയ എഞ്ചിനാണ്. എഞ്ചിൻ നോയ്സ് ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും കുറച്ചുകൂടെ. ഇത് കുറച്ചുകൂടെ സൈലന്റ് ആയിട്ടുള്ളത്. ഇപ്പൊ ഓണായി കിടക്കായി കഴിഞ്ഞാൽ പോലും അറിയത്തില്ല, പെട്ടെന്ന് അടുത്ത് വന്നാലും അറിയാം, നോയ്സ് ഇല്ല. പെട്രോൾ എഞ്ചിൻ അല്ലേ? ഓക്കെ, അങ്ങനെ. പിന്നെ ഹാൻഡിലിംഗ് എല്ലാം നല്ല ബെറ്റർ ആയിരിക്കുമല്ലോ? ബെറ്ററാണ്. പാഡിൽ ഷിഫ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ? യൂസ് ചെയ്തിട്ടുണ്ട്, ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ നമ്മ മോഡുകളും അത്യാവശ്യം വേറെ. ഇപ്പോൾ 4 വീല് ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രാവശ്യം കോഴിക്കോട് പോയപ്പോഴാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇത് കംഫർട്ടാണ്. ഓക്കെ, 4 വീൽ ഡ്രൈവ് പോകുന്ന പോലെ തന്നെ എല്ലാ വണ്ടികളിലൊക്കെ ഉള്ള പോലെ തന്നെയാണ്. പിന്നെ കുറച്ചുകൂടെ പവർ വ്യത്യാസമാണ്. ട്രാക്ഷൻ മീൻസ് ഇതെല്ലാം മാറുമല്ലോ, അതിന്റെ ടോർക്കൊക്കെ കൂടും, അങ്ങനെയുള്ള ഇച്ചിരി പവർ കൂടുന്നുണ്ട്, അങ്ങനത്തെ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഇതിൽ സ്നോ എന്ന് പറഞ്ഞത് നമുക്ക് യൂസ്ഫുൾ അല്ല ശരിക്കും പറഞ്ഞു. സ്നോ എന്ന് പറഞ്ഞ മോഡ് നമുക്ക് ഇവിടെ നമ്മുടെ അവിടെ ആവശ്യമില്ലെങ്കിലും അതുപോലുള്ള അങ്ങനത്തെ ടെറൈൻസ് ഉള്ളിടത്ത്, അതുപോലെയുള്ള ചെളിയുള്ളിടത്തോ അങ്ങനെയൊക്കെയാണ് നമുക്ക് സ്നോയുടെ ആവശ്യം. ഓക്കെ,
പിന്നെ സ്പോർട്സ് മോഡ് ഇട്ട് നോക്കുമ്പോൾ സമയത്ത് നമുക്ക് 3 to 5 സെക്കൻഡ് ഞാൻ പറഞ്ഞിരുന്നു. 3 to 5 100 നമുക്ക് കവർ ചെയ്യാൻ പറ്റും. 5 സെക്കൻഡ്സിലൊക്കെ 100 കവർ ചെയ്യാനായിട്ടുള്ള അത്ര പവർ വരുന്നുണ്ട്. അറിയാം ഇപ്പൊ തന്നെ. ഓ, ഇത്രയും വലിയൊരു സാധനമാണ് നമ്മൾ കൊണ്ടു നടക്കുന്നതെന്നൊന്നും ചിന്ത തോന്നുന്നില്ല. ഇല്ല, അതുപോലെ സ്പീഡ് എത്തുന്നതും നമ്മൾ അറിയുന്നില്ല. അതെ, നമ്മള് ഒരു 30 to 70 വരെ നമ്മൾ എത്തിയത് അതേപോലത്തെ സ്പീഡിലാണ് അല്ലേ? പെട്ടെന്നാണ് എത്തിയത്. ഇതും ഓട്ടോ മോഡിലാണ് കിടക്കുന്നത്. ഓട്ടോമാറ്റിക് അല്ലാതെ ഇട്ട് നമുക്ക് പാഡിൽ മാത്രം യൂസ് ചെയ്ത് ഡ്രൈവ് ചെയ്യാം. സിമ്പിൾ ആണല്ലോ. സിമ്പിളായിട്ട് ഇത്രയും വലിയ വണ്ടിയാണ് യു ടേൺ എടുക്കണെന്നുള്ള ഒരു ചിന്ത വരത്തേയില്ല. വണ്ടി 90 ഡിഗ്രി ഇല്ല, 90 ഡിഗ്രി അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാലും പ്രശ്നമില്ലാത്ത പോരും. ഇത് പിന്നെ ഇതിൽ സ്റ്റിയറിംഗ് മോഡ്സ് തന്നെ വരുന്നുണ്ട്. ഒരു 3 ടൈപ്പ്: സ്പോർട്സ്, ഓട്ടോമാറ്റിക്, നോർമൽ എന്ന് പറഞ്ഞിട്ട് സ്റ്റിയറിംഗിന്റെ ലൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ പാഡൽ ഷിഫ്റ്റേഴ്സിന്റെ അപ്പ് പ്രസ് ചെയ്ത് വെക്കുമ്പോൾ ഓട്ടോ മോഡിലോട്ട് മാറും. പാഡൽ ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ മാനുവലി ഓട്ടോമാറ്റിക് ആവും. പിന്നെ അതുപോലെ മോഡ്സ് ഒക്കെ എനിക്ക് തോന്നുന്നു വണ്ടി ഡ്രൈവ് ചെയ്യുന്ന അനുസരിച്ച് ഓട്ടോമാറ്റിക് ചേഞ്ച് ആവും. എന്നാലും ഇത് ഗിയറിൽ ഷിഫ്റ്റ് ചെയ്യുന്ന അത്ര ഒരു പെർഫെക്ഷൻ കിട്ടില്ല. ഒരു പെർഫെക്ഷൻ അത്രയും വരണമെങ്കിൽ ആ മോഡിൽ തന്നെ യൂസ് ചെയ്യാം. പിന്നെ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ പോട്ട് ഹെഡ് അപ്പ് ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. അത് ഓഫ് ചെയ്തിടാമല്ലോ. അത് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. റിഫൈനറി റോഡ് എന്ന് മാപ്പിൽ ഇത് കാണിച്ചിട്ടുണ്ട്. റോഡിന്റെ പേര് സഹിതം ഫ്രണ്ടിൽ കാണിക്കുന്നുണ്ട്. പേര്, ലൈൻ അസിസ്റ്റ് എല്ലാം കാണിക്കുന്നുണ്ട്. സൗണ്ട് ഒന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല, പക്ഷെ അത് ഞങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അകത്തിരിക്കുന്നവർക്ക്. അത് ഈ ടയർ സൈസ് മാറിയപ്പോ 275 ആക്കി. ഇപ്പൊ ഇച്ചിരി കൂടെ സൗണ്ട് ആയതാ. ഓക്കെ, ടയർ നോയ്സ് കുറച്ചുകൂടെ കൂടിയാ. ടയറിന്റെ വിത്ത് കൂട്ടിയല്ലോ, 75 ആക്കി. അതെ. പിന്നെ പാനോരമിക് സൺറൂഫ്. അതെ, അതൊന്നും പറയാനില്ലാത്ത കാര്യം. അത് യൂസ് ചെയ്യാറുണ്ടോ? യൂസ് ചെയ്യാറുണ്ട്. ഉണ്ട്. സാറിനൊക്കെ ഇഷ്ടമാണത്. മഴയൊക്കെ ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ട് മീൻസ് ഫുള്ളല്ല, മൂൺ റൂഫായിട്ട് യൂസ് ചെയ്ത് പോകാമല്ലോ. ഗ്ലാസ് ഓപ്പൺ ആക്കാതിരുന്നാൽ മതിയല്ലോ. വളരെ വലിയൊരു പാനോരമിക് സൺറൂഫാണ് ഇതിന് വന്നിരിക്കുന്നത്. രണ്ടുകൂടെ ഓപ്പൺ ആയല്ലേ? ഫുൾ ഓപ്പൺ ആകുന്നത് അവിടെ വരെ ഉള്ളൂ. അല്ല, മീൻസ് ഗ്ലാസ് ഓപ്പൺ ആവുന്നത് ഹാഫ് വരെയാണ്, പക്ഷേ ഷീൽഡ് കംപ്ലീറ്റ്ലി പോകും. ഇപ്പം നല്ലൊരു ഫീൽ ആയിരിക്കും ഫുള്ളി ഇരിക്കുന്നത്. പിന്നെ ഇന്റീരിയർ സ്പേസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു വണ്ടിക്ക് 5 സീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് വേണമെങ്കിൽ ഒരു 7 സീറ്റർ ആക്കാനുള്ള സൈസ് വിട്ടുണ്ട് വണ്ടിക്ക് അല്ലേ? 7 സീറ്റർ ആക്കാം. പക്ഷേ നമ്മളിപ്പോൾ 7 സീറ്റർ വണ്ടികൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബാക്കിൽ അത്രയ്ക്ക് കംഫർട്ട് നമുക്ക് യാത്രയ്ക്ക് കിട്ടത്തില്ല. പിന്നെ ഇത് ക്യാമ്പിങ്ങിനും ട്രക്കിങ്ങിനും കൂടി യൂസ് ചെയ്യുന്ന ഒരു വണ്ടി കൂടി ആണല്ലോ. അതുകൊണ്ട് ആയിരിക്കാം ഒരു 5 സീറ്റർ ആയിട്ട് ഇറക്കാത്തത്. പിന്നെ 5 സീറ്റർ ആയാലും ചെറിയ പിള്ളേരുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ യൂസേജ് തന്നെയാണ് ഒരു ലോങ് ഡ്രൈവിന് നമുക്ക് കിട്ടത്തുള്ളൂ. 7 സീറ്റർ എടുത്താൽ 7 സീറ്റർ ആണെങ്കിൽ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ബൂട്ട് സ്പേസ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും എങ്ങനെ പറയാറുണ്ട് ബാക്കിലത്തെ യാത്രാ കംഫർട്ട് സസ്പെൻഷൻ മാഡം പറയാറുള്ളത് യാത്ര സുഖകരമായിട്ട് യാത്രയൊക്കെ ചെയ്യാം. പക്ഷെ ആൾക്ക് അന്നൊരു ആ ഒരു കാല് തട്ടിയതിന്റെ ഒരു പ്രശ്നം, ഒരു പേടി മാത്രം ആളുടെ മനസ്സിൽ. അത് 2 സൈഡിലുണ്ടോ? ആ സൈഡിൽ റൈറ്റ് സൈഡിൽ ഇല്ല എന്നാ തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് നമുക്കത് ചെക്ക് ചെയ്യാം ഒന്നിറങ്ങിയിട്ട്. അതിനടിയിൽ വെന്റിലേറ്ററിന്റെ ഒരു മോട്ടറോ എന്തോ ഇരിക്കുന്നുണ്ട്. അത് കവേർഡ് അല്ലാത്ത കാരണമാണ് തട്ടുന്നത് എന്നാണ്. അത് ഈസിലി സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ അത് പറഞ്ഞിട്ട് അതിന്റെ ഭാഗത്തുനിന്ന് അവർക്കൊന്നും ചെയ്യാനില്ലെന്നാണ് പറഞ്ഞത്. മോളിൽ നിന്നുള്ള ഒരു ഓതറൈസ്ഡ് ഇത് കിട്ടാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ഓക്കെ. പിന്നെ ഫ്യൂവല് പ്രീമിയം ഫ്യൂവൽസ് ആണോ യൂസ് ചെയ്യാറുള്ളത്? പ്രീമിയം നമ്മൾ യൂസ് ചെയ്ത് നോക്കിയായിരുന്നു തുടക്കത്തിൽ. മൈലേജ് ഷോട്ട് വന്നപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ എടുക്കുമ്പോൾ മൈലേജ് ഷോട്ട് ആയിരിക്കുമല്ലോ ഒരു ഇതൊക്കെ. അപ്പോൾ അങ്ങനെ പ്രീമിയം നമ്മൾ നോക്കിയപ്പോൾ പ്രീമിയം യൂസ് ചെയ്തായിരുന്നേ. അപ്പോൾ പ്രീമിയം നോക്കിയപ്പോഴും നമുക്ക് ഈ സെയിം മൈലേജ് തന്നെ കിട്ടുന്നു.
പിന്നെ അതിൽ പിന്നെ നമ്മൾ സാധാ പെട്രോൾ തന്നെ, നോർമൽ പെട്രോൾ തന്നെയാണ് ചെയ്യാറുള്ളൂ. ഓക്കെ. പിന്നെ സസ്പെൻഷൻ എങ്ങനെയുണ്ട്? സസ്പെൻഷൻ രണ്ടുപേരിരുന്ന് പോകുമ്പോൾ വലിയ പ്രശ്നമൊന്നും ചെയ്യാൻ തോന്നുന്നില്ല. ഇപ്പൊ ഇത്രയും റഷായ ഇതിൽ ഓടിക്കുമ്പോഴും കുഴപ്പമില്ലല്ലോ. വളരെ മോശം റോഡിൽ കൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്രേക്കിങ്ങിൽ ഒരു ലൈനർ പോലത്തെ ഒരു സൗണ്ട് വരുന്നുണ്ടോ? അത് ഫീൽ ചെയ്യാറുണ്ടോ? ഒരു വൈബ്രേഷൻ പോലെ? ഇല്ല. എനിക്ക് മാറി ഓടിച്ചോണ്ടായിരിക്കും എനിക്ക് ചെറുതായിട്ട് അങ്ങനെ തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. അതേപോലെ ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് ആണ് നമുക്ക് വില്ലൻ, ഇടയ്ക്കൊരു ചെറിയ ഇതുള്ളത്. അതെന്തായാലും വേണേ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. അതൊരു സജഷൻ വേണമെങ്കിൽ നമുക്ക് പറയാം. അതെ, ജീപ്പ് കാണുന്നുണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യുക. തീർച്ചയായിട്ടും യൂസ് ചെയ്യുന്ന ആളുകൾക്ക് പറയാനുള്ളൊരു കാര്യമാണ്. അത് നമ്മുടെ കേരളത്തിലെ റോഡുകൾക്ക് പറ്റിയതല്ല. അതെ. പിന്നെ അകത്തെ ആ ഒരു വുഡൻ ഫിനിഷസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര എടുത്ത് കാണത്തില്ല വുഡൻ ഫിനിഷ് ചെയ്തിരിക്കുന്നു എന്നുള്ളത്, പക്ഷേ വുഡൻ ഫിനിഷ് ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. വളരെ സ്റ്റാൻഡേർഡ് ക്ലാസിക് ആയിട്ട് അത് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലേ? അതെ. നല്ല ഇതാണ്. പിന്നെ സ്പീക്കേഴ്സ് ക്വാളിറ്റി എങ്ങനെയുണ്ട്? ആൽപൈൻ്റെ സ്പീക്കേഴ്സ് വന്നിരിക്കുന്നു. സൗണ്ട് ക്വാളിറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. ബെറ്റർ ആണെന്നല്ല, അടിപൊളിയാണ്. അതിൽ വേറെ എന്താ പറയാ, അതിനെക്കുറിച്ച് പറയാനില്ല. അതെന്തായാലും നമുക്ക് ബാക്കിൽ സബ് ബൂഫറൊക്കെ വരുന്നുണ്ട്. ഇതിൽ വേറെ പിന്നെ ഇൻബിൽട്ട് ആയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സൗണ്ട് ഇച്ചിരി കൂടി കേൾക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരായി കഴിഞ്ഞാൽ പോലും ഇൻബിൽട്ട് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലാതെ തന്നെ നല്ലൊരു പെർഫോമൻസ് കിട്ടുന്നുണ്ട് നമ്മൾ. പിന്നെ പ്രത്യേകിച്ച് കുറിച്ചൊരു ഒപ്പീനിയൻ പറയാനില്ല, തർക്കമില്ല. ഇപ്പം മറ്റ് പ്രീമിയം ബ്രാൻഡ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ റഫായിട്ട് യൂസ് ചെയ്യാനും വേണമെങ്കിൽ ഇതും കൊണ്ട് പറ്റും അല്ലേ? സൂക്ഷിച്ച് നമ്മളത്ര അത്ര കോൺഷ്യസ് ആയില്ലെങ്കിലും കുറച്ച് സോളിഡ് ആ ഒരു ഫീല് തരുന്നത് കൊണ്ട്. റഫ്യൂസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും റഫ്യൂസ് മീൻസ് ഡ്രൈവിങ്ങിൽ നല്ല ഒന്നും പേടിക്കാതെ തന്നെ, അത് പറഞ്ഞേ, പേടിക്കാതെ തന്നെ ഇപ്പൊ ട്രാഫിക്കിലായി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മളിപ്പോ ഹൈവേസിലായി കഴിഞ്ഞാലും നമുക്ക് പേടിക്കാതെ തന്നെ കൊണ്ടു നടക്കാനും ഹാൻഡിൽ ചെയ്യാനും വളരെ എളുപ്പമാണ്. ഇപ്പൊ എവിടെയെങ്കിലും വെച്ച് യൂട്ടേൺ എടുക്കണമെങ്കിൽ തന്നെ ഇത്ര വലിയ വണ്ടിയല്ലേ തിരിയോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവും. ഇത് അതിനെ കുറിച്ച് ഒന്നും ബോധമിടാവേണ്ട ആവശ്യമില്ല. ഇത് സിമ്പിൾ ആയിട്ട് തിരിച്ച് എടുക്കാവുന്നതാണ് നമുക്ക്. കാല് പവർ ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾ ഒരു രീതിയിൽ സംശയിക്കേണ്ട, 2 ലിറ്റർ എഞ്ചിൻ ആക്കിയതിൻ്റെ യാതൊരു പ്രശ്നമില്ല ഈ വണ്ടിക്ക്. നിങ്ങൾക്ക് അത് ഡ്രൈവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് പറഞ്ഞേ, ഇത്ര ബഡ്ജറ്റ്, 1 രൂപ ബഡ്ജറ്റുള്ള ഒരാൾക്ക് മറ്റുള്ള പ്രീമിയം ബ്രാൻഡുകളിലേക്ക് പോകുന്നതിന് മുന്നേ ഇത് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഈ 2 ലിറ്റർ ആയെന്ന് പറഞ്ഞുകൊണ്ട് അത് മാറ്റേണ്ട ആവശ്യമില്ല. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ പിൻവലിയരുത്. ഫീച്ചേഴ്സ് അത്യാവശ്യമുണ്ട്. പിന്നെ കുറച്ചുകൂടെ കളർഫുൾ, കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഗിമിക്സ് ആണ് താല്പര്യം ഉണ്ടെങ്കിൽ വേറെ ബ്രാൻഡ്സ് നോക്കാം. അതെ, ഇത് ഈ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഒരു പ്രീമിയം ആൾക്ക് സാറ്റിസ്ഫൈഡ് ആവണ ഒരു ലുക്കാണ് ജീപ്പ് എന്തായാലും കൊണ്ടുവന്നേക്കണത്. ഓക്കെ, ഇപ്പം ജീപ്പിന് അവൈലബിൾ ആയിട്ട് ഇന്ത്യയിലുള്ളത് നമ്മുടെ മെറിഡിയനും കോമ്പസും റാംഗ്ലറും ഒക്കെയാണ്. അതിൽ മെറിഡിയന് മാത്രമാണ് 7 സീറ്റർ ഉള്ളത് അല്ലേ? അതെ, മെറിഡിയന് മാത്രം. റാംഗ്ലർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ ഒരു? അത് ആക്ച്വലി ഞാനല്ല ടെസ്റ്റ് ഡ്രൈവ് എടുത്തത് സാറിന്റെ സണ്ണിൻലോ എടുത്തത്. ആളെടുത്ത് നോക്കിയപ്പോൾ ആള് പറഞ്ഞത് എന്താ പറയാ, ആൾക്കൊരു ഇത് കിട്ടി, ആ പവർ നിൽക്കണതില്ലേ റാംഗ്ലറിന്റെ. പക്ഷെ വണ്ടി രണ്ടും വ്യത്യാസമുണ്ട്. ആ സെയിം പവർ തന്നെ കിട്ടുന്ന പറഞ്ഞാൽ ഒരു പെട്രോൾ, ഇപ്പൊ മെറിഡയും നമ്മ എടുത്തപ്പോൾ ഒരു പെട്രോൾ എഞ്ചിനാണ് ഓടിക്കണേന്നുള്ളൊരു ഫീലിങ്സ് നമുക്ക് കിട്ടിയില്ലേ. നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നോക്കിയായിരുന്നു മെറിഡി. ആ സമയത്ത് ഒരു പെട്രോൾ എഞ്ചിനെ ഓടിക്കണേന്നുള്ളൊരു പവർ കാര്യങ്ങളും ഒന്നും കിട്ടിയില്ല. ഇതിന് ഇപ്പൊ ഓടിക്കുമ്പോൾ തന്നെ അറിയാലോ നമുക്ക് അതിന്റെ ഒരു ഫീൽ എന്താ, വലിപ്പനുസരിച്ച് ഒരു ചെറിയൊരു വണ്ടി കൊണ്ട് നടക്കണ പോലെ തന്നെയൊക്കെ തോന്നുന്നുണ്ട്. അതിനുള്ള പവറും ഉണ്ട്. നൈറ്റ് വിഷനും കാര്യങ്ങളും എല്ലാം പക്കയായിട്ട് തന്നെ ഉണ്ടായിരിക്കും. ഹെഡ് ലൈറ്റിന്റെ വിസിബിലിറ്റി ഒക്കെ പക്കയായിരിക്കുമല്ലോ. ആ കാര്യത്തിലൊന്നും പേടിക്കണ്ട. ഓക്കെ, സോ അതൊക്കെയായിരുന്നു നമുക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടേയും ഇന്റീരിയറിലെ കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് പുറത്ത് പോയിട്ട് നെഗറ്റീവ്സ് ഒക്കെ എന്ന് ചോദിച്ചിട്ട് വീഡിയോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അകത്തെ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നെഗറ്റീവ്സ് ആണ് അറിയേണ്ടത്. 1 കോടി രൂപയുടെ വണ്ടിയുടെ നെഗറ്റീവ്സ് ഒക്കെ ചോദിക്കാൻ പോകുന്നു എന്നെല്ലാവരും ചോദിക്കുമായിരിക്കാം. എങ്കിലും എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കുമല്ലോ. മുമ്പേ നമ്മൾ പറഞ്ഞു ഡ്രൈവിങ്ങിൽ കാല് തട്ടിയതിൻ്റെ ഒരു കാര്യം, അതുപോലെയുള്ള വേറെ എന്തെങ്കിലും, അല്ലെങ്കിൽ വണ്ടിയുടെ സൈഡിൽ നിന്നുള്ള പോരായ്മകൾ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ?
നെഗറ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് ഓഫ് ചെയ്യണ സിസ്റ്റം വണ്ടിക്കകത്തില്ല, ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. അത് നമുക്ക് പലപ്പോഴും ഡേഞ്ചറസ് ആയിട്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുക, ഫ്രണ്ടിലെ വണ്ടി ബ്രേക്ക് ചെയ്യുമ്പോൾ ബാക്കിൽ നിന്ന് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് നമുക്ക് വരുന്നത്. അഡാസുള്ള എല്ലാ വണ്ടികളിലും നമുക്കിപ്പോൾ BMIയിൽ അതിനും അഡാസ് ഉണ്ട്. അതിൻ്റെ അഡാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഓഫ് ചെയ്യാം, നമുക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് പെർമനൻ്റ്ലി ഓഫ് ചെയ്ത് വെക്കാം, നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ഇടാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ ഇതിലില്ല. വണ്ടിയുടെ പ്രശ്നമല്ല, നമ്മുടെ റോഡ് കണ്ടീഷൻ്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ബ്രേക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ചെയ്യണ പോലെ അല്ല വണ്ടി ബ്രേക്ക് ചെയ്യുന്നത്. നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച്, അതായത് ബ്രേക്ക് ചെയ്യും നന്നായിട്ട്, പക്ഷേ ബാക്കിൽ വണ്ടി വരുന്നത് നോക്കിയിട്ട് അതിൻ്റെ സ്പീഡും കൂടി നോക്കിയിട്ടാണ് നമ്മൾ ബ്രേക്ക് ചെയ്യണം. ഇത് ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് വണ്ടി നിന്ന് പോവുക. ബുദ്ധിമുട്ടും വരും, നമുക്കും ബുദ്ധിമുട്ട് വരും. കാരണം ഇത് എന്തുകൊണ്ട് ബ്രേക്ക് ചെയ്തതെന്ന് പോലും പെട്ടെന്ന് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതേപോലെ തന്നെ ബാക്കിൽ വരുന്ന വണ്ടിക്കാർക്കായാലും അതൊരു ബുദ്ധിമുട്ടല്ലേ, അവരറിയുന്നില്ല വണ്ടി ബ്രേക്ക് ചെയ്യാൻ പോകാൻ. ഇതെല്ലാ ബ്രാൻഡ്സിൻ്റെയും പ്രീമിയം ബ്രാൻഡ്സിൻ്റെ വണ്ടികളുടെ ഓണേഴ്സിൻ്റെയും ഒരു അഭിപ്രായമാണ്. ഇങ്ങനെ ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് കുറച്ച് എക്സ്ട്രാ ഫീച്ചറാണ്, സേഫ്റ്റി ഫീച്ചറാണ്. പക്ഷേ അത് നമ്മുടെ റോഡിൽ അത് നെഗറ്റീവായിട്ട് വരുന്നു എന്നുള്ളൊരു പ്രശ്നം അല്ലേ? ഓക്കെ, അത് പിന്നെ വേറൊരു നെഗറ്റീവ്. പിന്നെ നെഗറ്റീവ് ഫീച്ചർ എന്ന് പറയാനായിട്ട് ഇതേപോലെ നമ്മുടെ പ്രൊഫൈലൊക്കെ ഇതിൽ ഒരാൾ ഇപ്പോൾ ഡ്രൈവർ പ്രൊഫൈൽ 2 പ്രൊഫൈലുണ്ട്. മെമ്മറി ഫംഗ്ഷൻ ഉണ്ട് ഇതിൽ, സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മുടെ ഇത് അത് ഒട്ടും ക്ലിയർ അല്ല. അത് മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ 4 സ്റ്റോർ ചെയ്ത് നിൽക്കില്ല, പിന്നെയും റീസെറ്റ് ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട് മെമ്മറി സെറ്റിങ്. അത് മാത്രമേ ഉള്ളൂ കൂടുതലും നെഗറ്റീവ് ഫീച്ചർ എന്ന് പറയാനായിട്ടുള്ള. കൂടുതലും ബ്രോ അല്ലേ യൂസ് ചെയ്യുന്നത്? ഞാനാ യൂസ് ചെയ്യും. അപ്പം സീറ്റ് എപ്പോഴും മാറ്റേണ്ടി വരില്ലായിരിക്കും? മാറ്റേണ്ടി വരുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അത് ഇപ്പോൾ സാറ് വന്ന് ആയാലും മെമ്മറിയിലായിരിക്കും. ഇപ്പോൾ 1, 2 എന്നുണ്ടെങ്കിൽ സാറും മെമ്മറിയിലായിരിക്കും സാറിൻ്റെ സെറ്റിങ് വെച്ചിട്ടുണ്ടായിരിക്കുക. സാറ് ഈ ലോങ് ഡ്രൈവ് ഒന്നും പോയില്ലെങ്കിൽ ആൾ ഷോർട്ട് ഡ്രൈവിനൊക്കെ ആൾ തന്നെയാണ് കൂടുതലും യൂസ് ചെയ്യുക. അതുപോലെ ഞാനില്ലെങ്കിൽ, ഞാൻ ലീവ് ആണെങ്കിൽ തന്നെ സാറാണ് യൂസ് ചെയ്യുക. അങ്ങനെയുള്ളൊരു ഇത് പ്രശ്നം വരുന്നുള്ളൂ. വേറെ നെഗറ്റീവ്സ് ഒന്നും പറയാനായിട്ടില്ല. പിന്നെ ബ്രോ, ലക്ഷറി കാസിൻ്റെ എല്ലാത്തിൻ്റെ ഒരു കാര്യമാണ്, കൺസേൺ ആണ് അല്ലേ സർവീസ് എന്നുള്ളത്. സർവീസ് കോസ്റ്റ് പ്രത്യേകിച്ച് ഇപ്പം ജീപ്പിനെ സംബന്ധിച്ചിടത്തോളം കോമ്പസ്, മറ്റേ കോമ്പസിന് സർവീസ് കോസ്റ്റ് വളരെ കുറവായിരുന്നു പറഞ്ഞു, പെട്രോളിന് സർവീസ് കോസ്റ്റും കുറവാണ്, മൈലേജും കുറവായിരുന്നായിരിക്കുമല്ലോ? കുറവാണ്. ഡീസൽ എടുത്തായിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു അല്ലേ? ബെറ്റർ ആയിരുന്നു, പക്ഷേ കുറച്ചുകൂടെ പെട്രോളാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. ബെൻസ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ GT ആണെങ്കിൽ തന്നെ ഇപ്പോൾ എടുത്തേക്കുന്നത് പെട്രോൾ. അത് ശരി. ഓക്കെ, നമ്മൾ റീസെൻ്റ്ലി ഒരു ജീപ്പ് കോമ്പസ് ഡീസലിൻ്റെ യൂസർ റിവ്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതിനകത്ത് ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് ജീപ്പ് കോമ്പസ് ഡീസൽ 2 ലിറ്റർ എഞ്ചിൻ വരുന്ന ഡീസലിന് ഇത് പറഞ്ഞു. ഇതും 2 ലിറ്റർ ആണ്, പക്ഷേ പെട്രോളാണ്, ഫിയറ്റിൻ്റെ എഞ്ചിൻ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു സർവീസ് കോസ്റ്റ് എത്ര കിലോമീറ്ററിന് സർവീസ് ചെയ്തിട്ടുണ്ടോ? സർവീസ് ചെയ്തിട്ടുണ്ട്, 3 സർവീസ്, 4ാമത്തെ സർവീസ് ആയിക്കൊണ്ട്. ഫസ്റ്റ് ചെക്കപ്സും കാര്യങ്ങളും അങ്ങനത്തെ നോർമൽ ഇതുകൾ അല്ലേ? അത് 500 കിലോമീറ്ററിൽ ഫസ്റ്റ് ചെക്കപ്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 5000-ൽ സർവീസ് ചെയ്തു. 5000-ന് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 15000-ന് ചെയ്തു. 10000-ൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് 20000-ൽ ചെയ്തു. 3 സർവീസ് കഴിഞ്ഞു. ഇപ്പോൾ 4ാമത്തെ സർവീസിലേക്ക് ഇപ്പോൾ ഈ ഇടയ്ക്ക് വിളിച്ചിട്ട് അപ്ഡേഷൻ ഉണ്ടായിരുന്നു വണ്ടിക്ക്. ഓക്കെ, സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഉണ്ടായിരുന്നു. അപ്ഡേഷൻ കഴിഞ്ഞു. വ്യത്യാസമുണ്ട്. അതിന്റെ വ്യത്യാസം കൂടി വന്നിട്ടുണ്ട് വണ്ടിക്ക്, അത് ഞാൻ വിട്ടുപോയി. അപ്പോൾ ഈ പറഞ്ഞ സർവീസുകൾക്കൊക്കെ കോസ്റ്റ് എന്താണ്? അതോ സർവീസ് പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നോ? സർവീസ് പാക്കേജ് നമ്മൾ എടുത്തിട്ടില്ല, ഇല്ല. വാറണ്ടി എടുത്തിട്ടുണ്ട്, പാർട്സിന് വാറണ്ടി എടുത്തിട്ടുണ്ട്. സർവീസ് കോസ്റ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഫസ്റ്റ് സർവീസ് 5000-ലാണ് നമ്മൾ ചെയ്തത്. 5000-ൽ നമ്മൾ ഫസ്റ്റ് സർവീസ് ചെയ്തപ്പോൾ ഏകദേശം 25,000-ഓളം ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന 10,000-ന് 45, 40 ആ റേഞ്ചിൽ, ആ ഒരു റേഞ്ച് സർവീസ് 20,000-നും 25,000-ന് പിന്നെ 45,000 ആയി. 10,000 കിലോമീറ്ററിന് പിന്നെ 40,000. ഈ പറഞ്ഞ 20,000-ൽ സർവീസ് ചെയ്തില്ലേ? അത് 5,000 കിലോമീറ്റർ ഓടിയതിന് ശേഷമാണ്. അതിനെത്ര ആയിട്ടുണ്ട്? 5,000 കിലോമീറ്റർ ഓടിയതിന് 25,000 സർവീസ് കോസ്റ്റ് വന്നു. അതിനുശേഷം പിന്നെ ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ ചേഞ്ചിങ് വന്നപ്പോഴാണ് നമുക്ക് 45 ആ റേഞ്ചിലേക്ക് 45,000-ഉം 5,000 ഇന്റർവെല്ലിൽ 25,000. അതാണ് ഇതാകാറുള്ളത്. അപ്പോൾ ഒരു പാക്കേജ് എടുക്കുന്ന എല്ലാവരും ബെറ്റർ എന്ന് തോന്നിയില്ലേ? പാക്കേജിന് എത്ര എമൗണ്ട് ആയിരുന്നു പറഞ്ഞത്? പാക്കേജിന് എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്. 5 lakhs റേഞ്ച് വല്ല ആയിരിക്കും, ആ റേഞ്ചിലായിരിക്കും വന്നിട്ടുണ്ടാവുന്നത്, എനിക്ക് അറിയത്തില്ല. അപ്പോൾ അതാണ് സർവീസ് കോസ്റ്റ് വരുന്നത്. കമ്പയർഡ് ടു
മറ്റ് പ്രീമിയം SUVs-ൽ ഇത് ആണോ? പിന്നെ നമ്മ ജീപ്പ് റെക്കമെൻഡ് ചെയ്തപ്പോൾ നമുക്ക് ഒരു 10,000 വൗച്ചർ 10,000 ഒരു വൗച്ചർ സർവീസ് വൗച്ചർ ഉണ്ടായിരുന്നു. ഓക്കെ, അത് കിട്ടി. 10,000 ഓഫ് കിട്ടി. സാറിൻ്റെ ഫ്രണ്ട് തന്നെയാണ് ഐശ്വര്യ മാർബിൾസ് ഓണറായിരുന്നു മൂർത്തി സാർ. ഓക്കെ, ആൾക്ക് റെഫർ ചെയ്തായിരുന്നു നമ്മൾ. ഓ ഫൈൻ ഫൈൻ. അപ്പോൾ അതിൻ്റെ മെറിഡൈനാണ് ആൾ എടുത്തത്, വണ്ടി എടുത്തത്. അപ്പോൾ ആ സമയത്ത് ഒരു 10,000 വൗച്ചർ ഓഫ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ എങ്ങനെയുണ്ട് ജീപ്പ് ഷോറൂമിൻ്റെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടോ അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ് ഒക്കെ എങ്ങനെയുണ്ട്? നമുക്ക് വേണ്ട സപ്പോർട്ട് ഇപ്പോൾ എന്തിനായാലും ഇപ്പോൾ ചെറിയൊരു കാര്യത്തിന് വിളിച്ചാൽ പോലും നമുക്ക് എല്ലാവിധ സപ്പോർട്ടും തരുന്നുണ്ട്. നമ്മൾ 6-7 വർഷമായിട്ടുള്ള കസ്റ്റമറാണ്. 6-7 വർഷത്തായിട്ടുള്ള കസ്റ്റമറാണ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു മുട്ടം സർവീസ് സെൻ്ററിൽ ഒരു മുട്ടം സർവീസ് സെൻ്ററിലാണ് പോകാറുള്ളത്. നമ്മൾ വണ്ടി എടുത്തത് അവിടെ നിന്ന് തന്നെ അവരായിട്ടാണ് കൂടുതലും ഡീലിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. അവരുടെ ഭാഗത്തു നിന്ന് നല്ലൊരു സപ്പോർട്ടാണ് നമുക്ക് വേണ്ട. ചെറിയൊരു കാര്യം വിളിച്ചാൽ അപ്പോൾ ഞാനില്ലെങ്കിൽ തന്നെ വണ്ടി ഒന്ന് പിക്ക് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വന്നെടുത്ത് പോവുകയും ചെയ്യും. പിന്നെ ഇപ്പോൾ പോളിഷിങ്ങിൻ്റെ കാര്യങ്ങൾക്കൊക്കെ സംസാരിച്ചപ്പോൾ തന്നെ അതിൽ അവർ തന്നെ ചെയ്തേക്കണം. നമ്മൾ ഗ്രഫീൻ കോട്ടിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും അവർ തന്നെ മുൻകൈ എടുത്ത് അവർ തന്നെ ചെയ്തെന്ന് അവരുടെ ഭാഗത്ത് നല്ലൊരു സപ്പോർട്ടാണ്. അവിടുത്തെ സെയിൽസ് മാനേജർ നിതിൻ, മുമ്പേ പറഞ്ഞിരുന്നു ഞാൻ. നിതിൻ ആളായി കഴിഞ്ഞാൽ പോലും ആള് നമുക്ക് നല്ലൊരു സെറ്റപ്പ് ഉണ്ട്. സർവീസിനായാലും നമുക്ക് എന്ത് ആവശ്യത്തിനായാലും നല്ലൊരു സപ്പോർട്ട്. സർവീസൊക്കെ എങ്ങനെയുണ്ട്? സർവീസൊക്കെ പക്കാണ്. അവരുടെ സർവീസൊക്കെ നല്ലൊരു എന്താ പറയുക, ഇപ്പോൾ ചെറിയൊരു കാര്യം നമുക്ക് അവരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയാണ്. അവർ മറന്നുപോയാൽ തന്നെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് വന്നു ഫസ്റ്റ് അപ്പോയിൻമെന്റ് തന്നെ തരാം എന്നുള്ള രീതിക്ക് നമുക്ക് ചെയ്ത് അപ്പോൾ തന്നെ തിരിച്ച് തരുന്നുണ്ട്. അത് ഈ ഒരു പ്രീമിയം കാറ്റഗറി ആയതുകൊണ്ട് മാത്രമല്ല, അല്ല അതിപ്പോൾ കോമ്പസ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ റീസെന്റ് ചെയ്ത കോമ്പസിന്റെ ഫണ്ടിന്റെ ചെയ്തായിരുന്നു. അവർ സർവീസിന് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും അവർ ചെയ്യും ഒന്നുമില്ല. ഓക്കെ ഓക്കെ, അപ്പോൾ അതിലെല്ലാം ഹാപ്പിയാണ്. അതിലൊക്കെ ഹാപ്പിയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് വന്നു. രണ്ടുപേരുടെയും ഓണറുടെയും ഉപയോഗിക്കുന്ന ആളുടെ രണ്ടുപേരുടെ എക്സ്പീരിയൻസ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളെ ഗ്രാൻഡ് ചെറോക്കി നമ്മുടെ ചാനൽ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ലക്ഷറി പ്രീമിയം കാർസും അതുപോലെ നോർമൽ കാർസിൻ്റെ എല്ലാത്തിൻ്റെ യൂസർ എക്സ്പീരിയൻസും കാർ റിവ്യൂസും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനലിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഇടാറുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും